എല്ലാവർക്കും ജനഹിതം ഫിൻടിപ്സിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ട് SIPയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഒരു പൂൾ ഓഫ് മണിയാണ്, മാനേജ്ഡ് ബൈ എക്സ്പേർട്സ്. അപ്പം വ്യത്യസ്ത ആളുകളിൽ നിന്ന് സമാഹരിക്കുന്ന പണം വിദഗ്ധരായ ഒരു കൂട്ടം ആളുകൾ മാനേജ് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പണം സ്റ്റോക്കുകൾ നിക്ഷേപിക്കാം, അതുപോലെ കടപത്രങ്ങളിൽ നിക്ഷേപിക്കാം, ഗോൾഡിൽ നിക്ഷേപിക്കാം, ബോണ്ടുകളിൽ നിക്ഷേപിക്കാം, അങ്ങനെ എന്തിൽ വേണേൽ നിക്ഷേപിക്കാം. പക്ഷേ നിക്ഷേപിക്കുന്ന ആ തീരുമാനം എടുക്കുന്നത് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ച് ചില വിദഗ്ധർ ഡിഫറെൻറ്റ് സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും കടപത്രങ്ങളിലും അതുപോലെ സ്വർണത്തിലും മറ്റ് അസറ്റുകളിലൊക്കെ ചിലപ്പോൾ ഇൻഫ്ര വരെ അവർ നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്നതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. വേറെ രീതി പറയുകയാണെങ്കിൽ, സപ്പോസ് ശ്രീഷയ്ക്ക് 1 ഏക്കർ ലാൻഡ് കണ്ടു. ഈ ഏക്കർ ലാൻഡ് ശ്രീഷയെ വാങ്ങാൻ നോക്കിയ സമയത്ത് നല്ലൊരു വിലയാണ് പറയുന്നത്. അപ്പോൾ ശ്രീഷയുടെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും ആ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ട് ആർക്കും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ശ്രീഷ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് വാങ്ങാം, നമുക്ക് 10 പേർക്കും കൂടി ചേർന്ന് വാങ്ങാം. അവർ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വാങ്ങിയപ്പോൾ പിന്നെയാണ് അവർ ആലോചിക്കുന്നത്, വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഈ 10 പേർക്കും കൂടിയിട്ട് വാങ്ങാൻ പറ്റും, പക്ഷെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഒരു ടീം പറഞ്ഞു അവിടെ നമുക്ക് കളിസ്ഥലം ഉണ്ടാക്കിയിട്ട് അത് റെൻറ്റിന് കൊടുക്കാം. വേറെ ടീം പറഞ്ഞു നമുക്ക് വീടുകളുണ്ടാക്കി വിൽക്കാം. വേറെ ടീമിന് ഷോപ്പുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ, ഇത്തരത്തിൽ ഇങ്ങനെ കൺസൾട്ടിങ് നടത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരാളെ പോയി കണ്ടു, അയാളോട് സംസാരിച്ചു. അയാൾ എന്ത് ചെയ്തു? കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അയാൾ പറഞ്ഞു അവിടെ നമുക്ക് കുറച്ച് ഷോപ്പും കുറച്ച് വീടുകളുണ്ടാക്കി വിൽക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആളുകൾ, ഈ ആളുകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കൺസൾട്ടൻറ്റ്, ആ കൺസൾട്ടൻറ്റ് ഉചിതമായ പഠനത്തിന് ശേഷം ഉചിതമായ ഉപദേശം കൊടുക്കുന്നു. അങ്ങനെ അവർ നിക്ഷേപിക്കുന്നു. അപ്പോൾ അവരെല്ലാം നിക്ഷേപിക്കുന്നതെന്ന് മാത്രം മ്യൂച്വൽ ഫണ്ട് ആ ഫണ്ട് ഹൗസാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്, ആ ചോദ്യം അതല്ലേ? SIP എന്ന് പറയുന്നത്, സപ്പോസ് ശ്രീഷയ്ക്കൊരു മൊബൈൽ വാങ്ങാൻ ആഗ്രഹം തോന്നി. മൊബൈലിന് വില നോക്കിയപ്പോൾ 20,000 രൂപയാണ്. അപ്പോൾ ശ്രീഷ കരുതി 1000 രൂപ വെച്ച് ഞാൻ എല്ലാ മാസവും എടുത്തു വെച്ചിട്ട് 20,000 രൂപയാകുമ്പോൾ ഞാനത് വാങ്ങും. ഇതാണ് ശ്രീഷയുടെ പ്ലാൻ. ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് പറയുന്ന സംഗതി. നമുക്കൊരു ഗോളുണ്ട്, ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ആവശ്യം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിശ്ചിത തുക എല്ലാ മാസവും നിക്ഷേപിച്ച് പോകുന്നു. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് പോകുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. നമ്മുടെ ഗോൾ, ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളങ്ങനെ നിക്ഷേപിക്കുന്നത്. ഈ SIP തുടങ്ങാൻ നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് എത്ര തുക ഉണ്ടാകണം? ഇപ്പം ചില 100 രൂപ പോലും അനുവദിക്കുന്ന ചില കമ്പനികളുണ്ടെങ്കിലും സാധാരണ പറയുന്നത് 500 മുതൽ 1000 രൂപ വരെയൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഓരോ ഫണ്ട് ഹൗസിനും ഡിഫറെൻ്റ് ആണുള്ളത്. 100 രൂപ പോലും അനുവദിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ തുകയ്ക്ക് പോലും നിക്ഷേപം ആരംഭിക്കാം. അതിന് വലിയ പൈസക്കാരനാവണമെന്നില്ല. എൻ്റെ കയ്യിൽ നിക്ഷേപിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ ചെറിയ തുക പോലും നമുക്ക് ആരംഭിക്കാം. ഇങ്ങനെ നിക്ഷേപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് SIP ചെയ്യുന്നതുകൊണ്ട്? വാസ്തവത്തിൽ ഇത് എന്താ പറയുക, നമ്മുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിനുള്ള ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പരിപാടിയാണ് ഈ SIP എന്ന് പറയുന്നത്. നമ്മൾ നല്ലൊരു ഭാവിക്കായിട്ട് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് റുപ്പി ആവറേജിങ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്ക്, ഈ മാസം നീ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഫണ്ട് പോയി വാങ്ങുമ്പോൾ അതിന് 46 രൂപയാണ് കരുതുക. അടുത്ത മാസം ചിലപ്പോൾ അതിന് 42 രൂപയെ കാണുള്ളൂ. അതിൻ്റെ അടുത്ത മാസം എന്താണ് 41 രൂപയെ കാണുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 1000 രൂപ നിക്ഷേപിച്ച് പോകുമ്പോൾ ഡിഫറെൻറ്റ് വിലയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിന് ആവറേജിങ് നടക്കുമ്പോൾ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ടിനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ 46 വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ 42 വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ 40 വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട. ഏത് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് അപ്പാവുന്നോ ഡൗൺ ആവുന്നതിനെ കുറിച്ചും നമ്മൾ വറീഡ് ആവണ്ട. പിന്നെയോ ആരെങ്കിലും സ്റ്റോക്ക് വാങ്ങിയാൽ അയാളുടെ ടെൻഷൻ എന്താ അറിയോ, ഇത് ഉചിതമായ സമയത്ത് വിൽക്കണം,
നമുക്ക് അങ്ങനത്തെ പറയൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ 5-10 കൊല്ലത്തേക്ക് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മന്ത്ലി നിക്ഷേപിച്ച് പോവുകയാണ്. മാർക്കറ്റിൽ എന്തായാലും നമുക്ക് വല്ലാണ്ട് പറയാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ടൈം ടെൻഷനും നമുക്കില്ല. പിന്നെ കോമ്പൗണ്ട് മാജിക് എന്ന് പറയുന്നത് വലിയ മെച്ചം കിട്ടുന്ന സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു 10,000 രൂപ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ സപ്പോസ് ആ പൈസയുടെ പലിശയും അതെല്ലാം കൂടി കുമിഞ്ഞ് കൂടി കൂട്ടുപലിശയായിട്ട് വരുന്ന പോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ നിക്ഷേപിച്ച പണം, ആ നിക്ഷേപം വളർന്നുണ്ടാവുന്ന പണം, ഇതെല്ലാം അവിടെ കിടന്നിട്ട് കോമ്പൗണ്ട് രീതിയിൽ വളർന്ന് വരികയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലാണ്. അത് ഒരു സാധാരണ മ്യൂച്വൽ ഫണ്ട് ആവറേജ് ഇപ്പോൾ നമുക്ക് ഒരു 12% കിട്ടും. 12% എന്ന് പറഞ്ഞാൽ ഒരു 15% വരെ കിട്ടും. ഇതൊക്കെ മാർക്കറ്റിന് വിധേയമാണെന്നുള്ള കണ്ടീഷൻ അപ്പുറത്തുണ്ടെങ്കിൽ പോലും ബാങ്കിൽ 7% കിട്ടുന്ന സ്ഥാനത്താണ് 12-15 കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടുപലിശയുടെ മാജിക് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക് അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ജിമ്മിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും മസിൽ വളരുകയുള്ളൂ. ജിമ്മിൽ കുറേ കാലം പോകുമ്പോഴാണ് നല്ല ഉറച്ച മസിലുകളും പേശികളൊക്കെ വരുന്നതും. അത് കണ്ടിന്യൂ ചെയ്യും വേണം. അതുപോലെ തന്നെയാണ് സിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സിപ്പ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടും. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. നമ്മൾ സിപ്പ് ഇപ്പം എങ്ങനെ നിക്ഷേപിക്കുന്നതാണ് നല്ലത്? ബാങ്ക് വഴിയാണോ അതോ ഓൺലൈനായിട്ട് മൊബൈൽ വഴിയാണോ? ഏതായിരിക്കും നല്ലത്? ഈ നിലവിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രോ, സരോദ കോയിൻ, അതുപോലെ ഇൻഡ്യമണി പോലെ കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പുകൾ അതിൻ്റെ സേവനം സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ബാങ്കുകളൊക്കെ പലപ്പോഴും അതിൻ്റെ സർവീസ് ചാർജും മറ്റ് ചാർജുകളൊക്കെ വാങ്ങുമ്പം ഇവരങ്ങനത്തെ ചാർജുകളൊന്നും വരുന്നില്ല. പിന്നെ പേപ്പർ വർക്കൊന്നുമില്ല. അപ്പോൾ ശ്രീഷയ്ക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട് തുറക്കാനോ അതിന് വേണ്ട കാര്യങ്ങൾ നിക്ഷേപിച്ച് തുടങ്ങാൻ വരെ പറ്റും. അപ്രൂവലിനുള്ള സമയം മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ബാങ്കിലാണ് പോകുന്ന നോക്കുക, ബാങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അവർ പല സ്ഥലത്ത് ഒപ്പിടാൻ വേണ്ടി കുറേ പേപ്പർ വർക്ക് ഉണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വരിക്ക് നിൽക്കേണ്ടി വരും. ചിലപ്പം ആ സീറ്റിലിരിക്കുന്ന ആളുടെ മൂഡ് വരെ നമ്മൾ നോക്കേണ്ടി വരും. അയാൾ നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ നല്ല ഉപദേശം കിട്ടും, നല്ല മൂഡില്ലെങ്കിൽ നല്ല ഉപദേശം കിട്ടില്ല. പക്ഷേ നമുക്ക് ആപ്പിലാണെങ്കിൽ എല്ലാം ഒരു ഫിക്സഡ് ഫോർമാറ്റിൽ കഴിഞ്ഞു പോകും. നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് പോലും വളരെ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടും ഇത്തരം ആപ്പുകളിലൂടെയാണ് നല്ലത്. ബാങ്കുകളിൽ ത്രൂ പോകുമ്പോൾ നമുക്ക് ബെറ്റർ ഉപദേശം ചിലപ്പം കിട്ടിയേക്കാം. പക്ഷേ അത് നമുക്ക് ഗ്യാരണ്ടി പറയുന്ന സംഗതിയല്ല. അത്യാവശ്യ ധാരണയുള്ളവന് ഈ ഗ്രോ, സരോദ, ഇൻഡ്യമണി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെ സിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? അത് നമ്മൾ കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ചെടി കുഴിച്ചാൽ, ഉദാഹരണത്തിന് ഒരു കപ്പത്തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസം പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ച് വേര് വന്നോ നോക്കുന്ന ഈ ഒരു പ്രശ്നം ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീഷ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പോയിട്ട് അതിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ഇത് അപ്പായോ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താ, ഇത് ഞാൻ 5-6 വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള എമൗണ്ട് ആണെന്ന് ശ്രീഷ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ശ്രീഷ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട കാര്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പം അത് നമ്മുടെ മനസ്സിലൊരു പ്രഷർ ഉണ്ടാക്കും. ചില ദിവസം മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മൾ പ്രഷർ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിതിനെ വെറുതെ ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കുന്നത്. ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നല്ലേ, നമ്മൾ നേരെ സ്റ്റോക്കിൽ കൊണ്ടുപോയിട്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഡെയിലി പോയിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് അവിടെ നടന്നു പോയിക്കോളും. അത് ഇപ്പോൾ നമ്മൾ 7 മണിക്ക് എല്ലാ ദിവസവും ചായ കുടിക്കുന്നത് കുടിച്ചോളും. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ രാവിലെ തന്നെ ഞാൻ 6:45 എണീറ്റ് ഞാൻ സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കി 7 മണിക്ക് കൊടുക്കും എന്നല്ലേ തീരുമാനിക്കും. നമ്മൾ 7 മണിക്ക് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ 7 മണിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഹാബിറ്റായിട്ട് മാറും. അതുപോലെ സിപ്പ് അങ്ങനെ ഹാബിറ്റായിട്ട് പോയിക്കോളും. പിന്നെ മാർക്കറ്റ് ഡൗൺ ആണെന്ന് കണ്ടു കഴിഞ്ഞ് ഈ സിപ്പ് നിർത്താനൊന്നും നോക്കണ്ട. സിപ്പിൽ നിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക. മാർക്കറ്റ് കുറഞ്ഞ സമയത്ത് നമ്മൾ നിക്ഷേപിക്കും, കുറേയും കൂടി അധികം യൂണിറ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. അതൊരു ബെറ്റർ ആവറേജിന് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അപ്പം മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക, മാർക്കറ്റ് അപ്പ് ആണെങ്കിലും നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും പറയുന്നതാണ്, എല്ലാം ഒന്ന് കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെറൈറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ടിലായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിലായിരിക്കും. ഇപ്പോൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പാണ്, അങ്ങനെ നോക്കാം. ഇനി തീമാറ്റിക് ഫണ്ട്സ് ആണ്, തീമാറ്റിക് ഫണ്ട് ഒരു സെഗ്മെൻറ്റ് കൊണ്ടുപോയി മാത്രം ഇടരുത്. നമ്മൾ ആ രീതിയിൽ വേണം ശ്രദ്ധിച്ച് ചെയ്യാൻ. അപ്പോൾ വെറൈറ്റി ഓഫ് ഓപ്ഷൻ വേണം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാത്രം നമ്മൾ നിക്ഷേപിക്കരുത്, കുറച്ച് ഓപ്ഷൻസ് വേണം. പിന്നെ എപ്പോഴും നമ്മുടെ ലോങ് ടൈം തിയറിയിൽ വിശ്വസിക്കണം, ഷോർട്ട് ടൈം തിയറിയിൽ വിശ്വസിക്കരുത്. പിന്നെ ഏറ്റവും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വലിയ കാര്യത്തിൽ നിക്ഷേപം ആരംഭിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രബിൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വെക്കുന്നത് ഇതായിരിക്കും. കാരണം നമ്മൾ ദുരഭിമാനികൾ കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഗതികെട്ടാ ചെയ്യാം. പക്ഷെ ഗതികെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് പലപ്പോഴും ഇത് സ്വീകരിക്കുന്നു. ഇത് ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം. ആ രീതിയിൽ ചിന്തിക്കില്ല. അപ്പം സിപ്പ് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 4 പോയിന്റ്സ് തന്നെയാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഡെയിലി പോയി ചെക്ക് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവരുത്. പിന്നെയോ നമ്മൾ നല്ല സമയത്താണെങ്കിലും മോശം സമയത്താണെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ വെറൈറ്റി ഓഫ് ഫണ്ടിലായിരിക്കണം. എപ്പോഴും റൈറ്റ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കണം. ലോങ് ടൈം ഗോൾ വേണം. പിന്നെ നമ്മൾ അത്യാവശ്യം വന്നാൽ തല പോകുന്ന വല്ല കേസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് വിൽക്കാൻ പറ്റൂ. ഇനി അഥവാ നമ്മൾ ഒരു തവണ സിപ്പ് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറയുക, ഇതിന് അധിക ഫേമുകളും പെനാൽറ്റി ഒന്നും ഈടാക്കുന്നില്ല. ഇപ്പം നമുക്കിപ്പം ശ്രീഷയുടെ ഒന്ന് ഒരു 15,000 ശ്രീഷ നിക്ഷേപിച്ച് വെച്ച് വന്നിരിക്കട്ടെ. ഈ 15,000 അവിടെ കിടന്ന് വളർന്നോളൂ. അതിന് ശേഷമുള്ള വളർച്ചയെ നിൽക്കുന്നുള്ളൂ. അതിന് ശേഷം ഫണ്ട് വരാത്തത് കൊണ്ട് വളർച്ചയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നിക്ഷേപിച്ച പണം അവിടെ തന്നെ ഉണ്ടാവും. അവിടെ കിടന്ന് വളർന്ന് പോയിക്കോളും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവേണ്ട ഒരു വലിയ പെനാൽറ്റി ഒന്നുമില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഈ സിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം നിർത്തി റീസ്റ്റാർട്ട് ചെയ്യുന്നു. അധികം ആളുകളും പെനാൽറ്റി വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. സിപ്പ് നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ബെറ്റർ എന്താണ് സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷേ മനുഷ്യൻ്റെ കാര്യമില്ല. പലപ്പോഴും പല അത്യാവശ്യം വന്നിട്ട് 1-2 മാസം മിസ്സായി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പെനാൽറ്റി ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, പെനാൽറ്റി ഈടാക്കാത്ത സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. വേറെ കാര്യമായിട്ടൊന്നുമില്ല. വളർച്ച ഉണ്ടാവില്ല, നേട്ടം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങാനാണ് നിക്ഷേപിച്ച് തുടങ്ങിയെങ്കിൽ നമ്മൾ അതിനിടയിൽ 2 കൊല്ലം ഇത് സ്റ്റോപ്പ് ചെയ്താൽ അത് സ്റ്റോപ്പായത് തന്നെയാണ്. പക്ഷേ ആ 2 കൊല്ലത്തിന് മുന്നേ 3 കൊല്ലം ഉണ്ടായിരുന്നെങ്കിൽ ആ 3 കൊല്ലത്തെ ഫണ്ട് അവിടെ കിടന്ന് വളർന്നോളൂ. അപ്പോൾ ഇത്രയുമാണ് മ്യൂച്വൽ ഫണ്ട് SIPയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.